എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ വേറൊരു റെസിപ്പിയായി വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പി കൂൻ വെച്ചിട്ടുള്ളൊരു തോരനാണ്. നമ്മൾ കൂൻ വെച്ചിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കും, കൂൻ വെച്ച് മസാലക്കറി ചെയ്യും, കൂൻ വെച്ച് തോരനും ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന തോരൻ ഇത്തിരി വ്യത്യാസത്തോട് കൂടിയിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പം എല്ലാവരും കണ്ടു നോക്കണം. നല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും ശരി, ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂന്തോരനാണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ടേസ്റ്റ് ആണെങ്കിലോ അസാധ്യ രുചി തന്നെയെന്ന് തന്നെ പറയണം കേട്ടോ. അത്രയും ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് നാടൻ കൂന് വെച്ചിട്ടും ചെയ്യാം, പാക്കറ്റ് കൂന് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇപ്പം നാട്ടിലൊക്കെ മഴ സീസണല്ലേ, നല്ല നാടൻ കൂനൊക്കെ കിട്ടുന്നുണ്ടാവും. അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. ഇപ്പം ഞാൻ പാക്കറ്റ് വെച്ചിട്ടുള്ള കൂനാണ് ചെയ്യുന്നത്, ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള കൂനുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. ഇഷ്ടപ്പെടുന്നത് തീർച്ചയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. കൂൻതോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് മഷ്റൂമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വാങ്ങിയ കൂനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നാട്ടിലൊക്കെ മഴ സീസണല്ലേ, ധാരാളം കൂന് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ കൂന് നന്നായി മുറിച്ചതിന് ശേഷം 5-6 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്ത് അതിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൂൻ മൂടുന്ന രീതിയിൽ വെള്ളം ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഞാൻ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം വാർത്തെടുത്തിട്ടുള്ള കൂനാണിത് കേട്ടോ. ഇത് ഈ ലെവലിലാണ് കേട്ടോ ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ചിരിക്കുന്നത്. ഒരുപാട് കനത്തിൽ മുറിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കറുത്ത കളറൊന്നും ചിലവർക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് അത് കളഞ്ഞിട്ട് മുറിക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും കളഞ്ഞിട്ടില്ല. കൂനിലെല്ലാതും ഭയങ്കര ഗുണങ്ങളുള്ളതാണ്. ഭയങ്കരമായിട്ട് ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് കൂന. പ്രധാനമായിട്ട് നമ്മുടെ ബ്രെയിനൊക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഓരോന്ന് തയ്യാറാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ഇപ്പം ഞാൻ കൂനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു പെരട്ട് തയ്യാറാക്കാനുണ്ട്, തോരനുള്ളത്. അപ്പോൾ ആദ്യം അത് തയ്യാറാക്കി വെക്കണം, എന്നിട്ടാണ് ബാക്കിയുള്ള പ്രോസസ്സ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1/4 പാത്രമേ ഉള്ളൂ. ഈ ബൗളിന് 1/4 പാത്രത്തോളമാണ് കൂനുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ കൂന് എത്രയാണോ എടുത്തിരിക്കണം അതിൻ്റെ ഞാൻ 1/4 ഭാഗമാണ് ഞാൻ തോരൻ എടുത്തിട്ടുള്ളൂ. അതായത് അരമുറിയിൽ താഴെ, അരമുറി മുഴുവനില്ല, അരമുറിയുടെ 1/4 ഭാഗത്തോളം ചിരകി എടുത്തിട്ടുള്ള നാളികേരമാണ്, ഫ്രഷ് നാളികേരം. നാളികേരത്തിൻ്റെ സ്വാദിനനുസരിച്ച് തോരന് സ്വാദും കൂടുട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് നമുക്ക് പുരട്ടി വെക്കാനുണ്ട്. ഇത് നാളികേരത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നിറത്തിന് ചേർക്കുന്നതാണ് കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടി ചേർക്കാം, ഇല്ലാത്തവർ ചേർക്കണമെന്നില്ല. ഞാൻ കളറ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തതാണ്. ഒരു 3 വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തതാണ് ഇത് കേട്ടോ. 3 വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ. ഇഞ്ചി എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് പറയാം. അതുപോലെ തോരനല്ലേ, 1/4 ടീസ്പൂൺ സാദാ ജീരകം, കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം ചേർക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം 1/4 ടീസ്പൂൺ എടുത്തത് സാദാ ജീരകമാണ്. ഇപ്പോൾ 1/2 ടീസ്പൂണ് പെരുംജീരകം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇതിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 തൊട്ട് 1/4 ടീസ്പൂൺ വരെ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നല്ലൊരു ടേസ്റ്റ് തരും അതും കൂടിയും ചേർക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഒന്ന് തിരുമ്മി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4-5 പച്ചമുളക്, എരിവിന് പച്ചമുളകാണ് ഇതിൽ കൂടുതലും ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി ഓപ്ഷണലാണ്. എനിക്ക് ചെറിയതായിട്ട് പുളിയുള്ളത് ഇഷ്ടമാണ്, അതുകൊണ്ട് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ചെറിയൊരു പുളിപ്പ് കിട്ടാനായിട്ട് ഞാൻ ചെറിയ തക്കാളിയുടെ പകുതി തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടിയും ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഈ തോരന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇതിലേക്ക് വെറും 1 ടീസ്പൂൺ, അത്രയ്ക്കേ ഉള്ളൂ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. അപ്പം ഞാൻ സ്പൂൺ കൊണ്ടാണ് തിരുമണത്. ചിലവർക്ക് കൈകൊണ്ട് തിരുമുന്നത് കാണാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്കും വീട്ടിലുള്ളവർക്കും ചെയ്യുമ്പോൾ കൈ നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതെല്ലാം ചേരുവകളും തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. കൈകൊണ്ട് നാളികേരവും പച്ചമുളകും ആ തക്കാളിയൊക്കെ ഞെരടി നല്ല മസാലക്കൂട്ടുകളൊക്കെ അതിൽ പിടിക്കുമ്പോഴാണ്
ശരിക്കും ആ ടേസ്റ്റ് കിട്ടുന്നത്. നാളികേരം തിരുമ്മി യോജിപ്പിക്കുമ്പോൾ അതിന്ന് ചെറിയതായിട്ടൊക്കെ പാലിറങ്ങി വരും. അത് വളരെ സ്വാദാണ് കേട്ടോ. ഇത് പ്രധാന ഘടകം തന്നെയാണ് ഈ തോരൻ്റെ കേട്ടോ. അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ തോരനല്ലേ, നമുക്ക് കടുക് പൊട്ടിക്കാണ്ട് മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടി ഇടാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുന്ന നേരത്ത് ചുമന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം, പതിവ് പോലെ തന്നെ. അതിനുശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളി കഷ്ണവും നന്നായിട്ട് ചതച്ചെടുത്തിട്ടാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ നോക്കണ്ട, ഇതുപോലെ ചതച്ച് തന്നെ ചേർക്കണം. എന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്വാദ് കിട്ടുള്ളൂ കേട്ടോ. ഈ തോരൻ ഒരു സ്പെഷ്യൽ സ്വാദോട് കൂടിയിട്ടുള്ള തോരനാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കൂനും കൊണ്ടാണെങ്കിൽ പ്രത്യേകിച്ചും വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ തന്നെയാണ് കേട്ടോ ഇത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള പൊടിയായി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്കൊരു 10-15 ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. സ്വാദ് കൂടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വാടാൻ വേണ്ടി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് ഇത് വാടി കിട്ടേണ്ട ആവശ്യമില്ല. ഇതാ ഈ ഒരു പരുവം മതി കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ. ഒന്ന് ചെറുതായിട്ട് ക്രിസ്റ്റലായിട്ട് വരണം, ഒന്ന് വാടി വരണം എന്ന് പറയും, അത്രേ ആവശ്യമുള്ളൂ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ചേർത്തിരിക്കുന്ന നാളികേരത്തിലുള്ളത് അവിടെ പെരട്ടിനുള്ളതേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് പിടിക്കാൻ, മഷ്റൂമിലേക്ക് പിടിക്കാനുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടതുകൊണ്ട് കുറച്ചൊക്കെ മഷ്റൂമിൽ മഞ്ഞൾപ്പൊടി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1/4 ടീസ്പൂണിന് താഴെ ചേർത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി, 1 നുള്ള് ഗരം മസാലപ്പൊടി. ഇതും കൂടിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അതിനുവേണ്ടി ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. കാരണം മഷ്റൂമിൽ ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നത് വെന്ത് കിട്ടിക്കോളും. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നാളികേരക്കൂട്ടിൽ ചേർത്തിരിക്കുന്ന ജീരകവും പെരുംജീരകവും അല്ലാത്ത എല്ലാതും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിന് പുറമെ ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. കാരണം മഷ്റൂമിലേക്ക് ഉള്ളത് പിടിക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത്. നാളികേരത്തിൽ പിടിക്കാനുള്ളത് നമ്മൾ ഓൾറെഡി അവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഞാനൊരു 1-1.5 മിനിറ്റ് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് താഴ്ത്തി ഫ്ലെയിമിൽ, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വേവിക്കണം. അടച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കിയാലാണ് നമ്മൾ ചേർത്തിരിക്കുന്ന കൂട്ടൊക്കെ എല്ലാ മഷ്റൂമിലും ഒരുപോലെ ഇളകി യോജിച്ച് വെന്ത് വരുള്ളൂ. ഇപ്പം ഞാൻ അടച്ച് വെച്ചു, സ്റ്റൗവ് താഴ്ത്തി കൊടുത്തു, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതിൽ കണ്ടോ ധാരാളം വെള്ളം വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഇളക്കി അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ കൂന് നമുക്ക് വേണ്ട വേവായിട്ടുണ്ടാവും. കൂന് നന്നായി വേവണം. സാധാ പച്ചക്കറികളിൽ വേവ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ കൂനിൽ വെന്തില്ലെങ്കിൽ വിഷാംശം കൂടും. അതുകൊണ്ട് കൂന് വേവിക്കുമ്പോൾ നന്നായി വെന്തിട്ട് വേണം നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ കേട്ടോ. ഇപ്പം നമ്മുടെ കൂനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ ഇത്രയേ ഉള്ളൂ. കൂന് നന്നായി വെന്തോ എന്നുള്ളതും ഉറപ്പ് വരുത്തണം. ഞാൻ കൂന് നോക്കി നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് വെള്ളമേ ഉള്ളൂ, ഈ ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതും കൂടി ചേർന്ന് നമുക്ക് നന്നായിട്ട് വറ്റിച്ച് വരട്ടിയെടുക്കാം. അപ്പോഴേ കൂന്തോരന് ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. ഈ കൂനിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ പ്രധാനമാണ് നമ്മുടെ തലച്ചോറിന് ഭയങ്കര ശക്തി തരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ കൂന്. അതുപോലെ തന്നെ ക്യാൻസറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനും പിന്നെ ഷുഗറുകാർക്കും ഒക്കെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ മഷ്റൂം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കൂടാതെ മെയിൻറ്റെയിൻ ആയി പോകാൻ വേണ്ടിയിട്ട് ഈ മഷ്റൂമിന് വളരെ നല്ലതാണ്. പിന്നെ സാധാരണ ഫ്ലാറ്റ് ലൈഫിലൊക്കെ താമസിക്കുന്നവർ, ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് വെയിലൊന്നും അധികം കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയല്ലേ.
അങ്ങനെ എപ്പോഴും പുറത്ത് പോകുന്നില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ വരും. അങ്ങനെയുള്ളവർക്ക് ഈ മഷ്റൂം കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് മഷ്റൂം ആഴ്ചയിൽ 1-2 തവണ കഴിക്കുന്നത് ഇതിൻ്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ചില വെജിറ്റേറിയൻസ് മഷ്റൂം കഴിക്കാറില്ല. കാരണം ഇതൊരു നോൺ വെജിറ്റേറിയൻ ഫുഡ് പോലെയാണ്. വെജിറ്റേറിയൻസിന് നോൺ വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പോൾ ചിലവർക്ക് അത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് കഴിക്കാറില്ല. കാരണം എൻ്റെ അച്ഛമ്മ ഇത് കഴിക്കാറില്ല. ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. കാരണം അച്ഛമ്മ ഒരു വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ അത് കാരണം കൂന് കഴിക്കാൻ അത്രയും ഇഷ്ടപ്പെടാറില്ല. അതിൻ്റെ മണവും സ്വാദൊക്കെ നോൺ വെജ് പോലെ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാറ്. പിന്നെ ഇത് തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ മണമൊക്കെ നോൺ വെജ് ഉണ്ടാക്കുന്ന അതേപോലെ ആയതുകൊണ്ടാവാം അവർ കഴിക്കാത്തത്. അങ്ങനെ കൂൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റ് ആ കൂന്തോരൻ്റെ ടേസ്റ്റ് വരും. അങ്ങനെ നമ്മുടെ കൂന്തോരൻ ഇവിടെ റെഡിയായി. ഇതിൻ്റെ മണം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അത്ര നല്ല മണമാണ്. പിന്നെ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് 5 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്വാദ് കിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഈ സ്പെഷ്യൽ കൂട്ടിലുള്ള കൂൻ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഈ കൂന്തോരൻ ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടിയും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ വരുള്ളൂ. വേറൊരു ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള റെസിപ്പിയായി വീണ്ടും കാണാം. Till then, bye bye. Thank you for watching my video.